ഇന്നലെ അവനോട് നോ പറഞ്ഞെങ്കിലും ഞാൻ ഇരുത്തി ആലോചിച്ച് പോകണോ വേണ്ടയോ. അപ്പോൾ ഞാൻ 2 റീല് കാണാണ്ടായത്. 2 മോട്ടിവേഷണൽ റീലുകളായിരുന്നു കേട്ടോ. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ റീലുകൾ തന്നെ നമുക്ക് പോകാൻ വേണ്ടി കൺഫ്യൂഷൻ വരും. ആദ്യത്തെ റീല് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാം. No drugs, no smoking, no party, no entertainment, no video games, no distractions, no fast food, no hookups, no scrolling, no Netflix, no junk food, no negative people. This place is something different. They removed everything that's not making men grow. Man, ഇത് കാണുമ്പോൾ നമുക്ക് വൺ മോട്ടിവേഷൻ. എൻ്റെ പൊന്നെ, നോ ടൂർ, നത്തിങ്, ഓൺലി ഫോക്കസ് ഓൺ കോൾസ്. അപ്പോഴാണ് ഞാൻ അടുത്ത റീൽ കണ്ടത്. അതും മോട്ടിവേഷൻ. അത് നമ്മുടെ വല്ലൂർ റീലാണ്, മലയാളം മോട്ടിവേഷൻ, നമ്മുടെ വിനീതേട്ടൻ സിനിമയിലെ ഒരു മോട്ടിവേഷൻ. അപ്പോൾ അത് കണ്ടപ്പോഴും വീണ്ടും നമുക്കൊരു ചിന്ത ഉണർന്നു, ട്രിപ്പ് പോയാലോ. ടോട്ടലി കൺഫ്യൂഷനിലാണ് ഞാനിരിക്കുന്നത്. ആ റീലേതാണ് ഞാൻ വീണ്ടും ഇവിടെ പ്ലേസ് ചെയ്യും. നീ ലൈഫിൽ സെറ്റിലാവും, ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും, ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ്. നിങ്ങൾ തന്നെ പറയും, വീഡിയോ കണ്ടിട്ട് നിങ്ങളിതിൽ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. കൺഫ്യൂഷനൊന്നുമില്ല. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും ചൂസ് ചെയ്യണത് രഞ്ജി പണിക്കാരൻ്റെ തന്നെ ആയിരിക്കും. ലൈഫ് ഒറ്റ ടൈമുള്ളൂ, എൻജോയ് ചെയ്യാം. ഫൈനലി ദ ഗെയിം ഈസ് ഓൺ. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ ഒരു സുഹൃത്ത് വിഷ്ണു എന്നൊരു സുഹൃത്ത് കൂടി എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ മലേഷ്യക്കുള്ള ഞങ്ങളുടെ ഫസ്റ്റത്തെ യാത്ര. പിന്നെ പോലെ തന്നെ ഒരു ഫ്രണ്ട് എൻ്റെ കാനഡയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട് മലേഷ്യയിൽ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിച്ച് പൊളിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ സോളോയാണ് അടിക്കുന്നത്, ബാക്ക് പാക്കിംഗ് ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ മലേഷ്യയിലേക്ക് ഹെഡ് ചെയ്യണം, പിന്നെ അങ്ങനെ തായ്ലൻഡിലേക്ക് പോകാൻ ചെയ്യണം. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ മൈക്കൊക്കെ എടുത്ത് മൈക്കിൻ്റെ കുറച്ച് സാധനമൊന്നും എടുത്തില്ല, മിസ്സിങ് ചെയ്യും. അപ്പം എൻ്റെ ഓൺ വോയിസിൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ലാണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തൊരടക്കം, ഒതുക്കം, മലയാള തനിമ. ഫൈനലി അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലെത്തി. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. നേരെ വണ്ടിയെടുത്ത് ഞങ്ങൾ ട്വിൻ ടവറിന്റെ മുന്നിലേക്ക്. So never kissing, never telling. Listen when I tell him there's no wisdom in accepting till the system is rebelling. We got sisters we defending. Pressure builds like a fucking piston in the engine. Got me infinitely ending. I feel ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. മലേഷ്യയുടെ കൊടും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ 2 യുവമുദിനങ്ങൾ സന്തോഷത്തോടെ ഞങ്ങളെ പണ്ട് പറഞ്ഞ പോലെ ട്വിൻ ടവറിൻ്റെ അടിയിൽ നിന്ന് കാണുന്ന സ്വപ്നം ഒരു വേറെ ഫീലാണ്. ഫോട്ടോഷൂട്ട് ഈസ് ഓവർ. എൻ്റെ കുഞ്ഞുമക്കളെ, ഒക്കിന് ജീവണ്ടെങ്കിൽ വെയിലത്ത് ആരും ഇങ്ങോട്ട് വരരുത്. ഒരു വെയിലേറിയൊരു 4 മണി നേരത്ത് 3 മണി നേരത്ത് വന്നാൽ മതി. അല്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടേ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇങ്ങനത്തെ തടവുകളിൽ കിട്ടി വിശ്രമം അനുവദിക്കേണ്ടി വരും ഗായ്സ്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ കോലലംപൂർ. എല്ലാവരും കോലലംപൂർ വന്നു കഴിഞ്ഞാൽ കാണുന്ന ട്വിൻ ടവർ വേറെ എല്ലാവരും സംഭവമാണ്. മോളിക്കൊന്നും കയറിയുന്നില്ല, അതിനൊക്കെ കയറാം. അപ്പോൾ പിന്നെ കരിഞ്ഞ് നമ്മൾ ഇല്ലാണ്ടായി. ക്ഷീണിച്ചിരിക്കുന്നല്ല വിഷ്ണു. മഹേന്ദ്രന്റെ നല്ല ഫോട്ടോ കിട്ടിയെന്നുള്ള വാദവുമായി മഹേന്ദ്രൻ ഇവനും ഫോട്ടോ കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് ഇവനും ഇരിക്കുന്നത്. മഹിമോനെ ഹാപ്പി അല്ലേ?
നമ്മുടെ വിഷ്ണുമോനും ഹാപ്പിയാന്ന് തോന്നുന്നു. വിഷ്ണുമോനെ എവിടേക്ക് നോക്കണേ, കുറെ നേരം അങ്ങോട്ട് നോക്കിയിരുന്നു, അവിടെ ആരുമില്ലല്ലോ. ആ ടിൻ ടവർ, വാട്ട് ഐ ലുക്ക്. മതി ഭയങ്കര മതി. കാരണം ഒരു 10 കൊല്ലത്തേക്കുള്ള ഫോട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരെ, ഞങ്ങള് വേരത്ത് വരുമ്പോൾ ഒരാളുണ്ടായിരുന്നില്ല, ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരെ. വീണ്ടും ഫോട്ടോഷൂട്ട്. ഓരോ നിമിഷം വിലപ്പെട്ടതാന്ന് കണ്ട് നമ്മുടെ മഹിയും വിഷ്ണുവിൻ്റെയും വീണ്ടുമുള്ള ഫോട്ടോഷൂട്ട്. രണ്ടുപേരുടെയും കഴിഞ്ഞിട്ടില്ല. വിഷ്ണുവിടെ വാക്വാദത്തിലാണ്. മലേഷ്യൻ യുവതികളുമായി വാക്ക് തർക്കത്തിൽ കിഡ് ഫോട്ടോസ് കിട്ടാൻ വേണ്ടി. മഹേന്ദ്രൻ ഇവിടെ എല്ലാവരും പരസ്പരം ആട്ടി പറയുകയാണ്. മഹേന്ദ്രൻ ഈസ് ഓൺ ഫയർ. വീണ്ടും പരാജിതനായി വിഷ്ണു രംഗത്ത് വരുന്നു. അതായത് വെയിലേറിയപ്പോൾ ഇവിടെ ആളുകൾ ജനസാഗരമായി. എനിക്ക് ഈ ഫോട്ടോ അത്യാവശ്യം നല്ലത് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഉദ്യമത്തിൽ നിന്ന് വാങ്ങി നമ്മൾ വീഡിയോ എടുക്കാൻ കഴിയുന്നു. ഈ രണ്ട് സുഹൃത്തുക്കൾ ആപ്പിളുള്ള പെൺകുട്ടികളെ നോക്കി എന്താണെന്നറിയാതെ നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് കോലാലംപൂരിലെ പെട്രോണസ് ടിൻ ടവറിന്റെ മാളിന്റെ ഇടയിലേക്കാണ്. കമോൺ ഗൈസ്, കമോൺ ഫോളോ മീ. ബാഗ് ഞങ്ങൾ സുമേഷന്റെ കടയിൽ നിന്നാണ് വാങ്ങിയത്. എനിക്ക് മാത്രമല്ലേ ബാഗ് കൂട്ടണ്ട നോക്കി. എല്ലാവരും ഓരോ ബാഗാണ്. എന്തായാലും നമ്മളിനി പെട്രോണാസ് ടിൻ ടവറിന്റെ മാളിലേക്ക് വഴിയൊന്നും അറിയില്ല, എന്നാലും നമ്മൾ നടക്കും. അതാണ് നമ്മുടെ മോട്ടിവേഷൻ. ഈ വെള്ളച്ചാട്ടത്തിനോട് കൂളായിട്ട് പോകാം നമുക്ക്. ഒന്ന് അങ്ങനെ നമ്മുടെ ഫോട്ടോ പിടുത്തം എല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ടാക്സി വിളിച്ച് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്കുള്ള പോകുന്ന യാത്രയിലാണ്. അപ്പോൾ നമ്മളിവിടെ ടിൻ ടവറിന്റെ ചോട്ടിലിരുന്ന് ഇരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ദ ടാക്സി ഗൈസ്. വെയിറ്റിംഗ്. എടുത്താ ടാക്സി എടുത്തടാ. ഇവിടെ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഓ വാട്ട് എ വ്യൂ ബിൽഡിങ്. നല്ല കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പറമ്പിൽ പുല്ല് വന്ന രീതിയിൽ ആൾ താമസമില്ലാത്ത, പക്ഷെ അതൊരു നല്ലൊരു ഗ്രീനറിക്ക് വേണ്ടി പിടിപ്പിച്ച പോലെയാണ് സംഭവം. നൈസായിട്ട് നല്ലൊരു സ്ട്രീറ്റാണിത്. ആദ്യ താമസമായ റെസിഡൻസ് അസോസിയേഷൻ ബ്ലൂ ബേബേ. ഓഹ് കുറമണം. ഓ മാൻ വാട്ട് എ ബ്യൂട്ടി റൂം. We are expanding here baby. ദുരന്തമാണോ? ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്നാണ് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇത് വരില്ല, പിന്നെ ഡൽഹിയിലെ മുംബൈയിലോ അല്ലെങ്കിൽ എറണാകുളത്ത് ഇങ്ങനെ എയർപോർട്ടിൽ പറയാം ഇങ്ങനെ പരിപാടിക്കാൻ അത് സീനൊന്നുമില്ല. ബീഫിന്റെ ഒക്കെ ചോല
അപ്പം ഒരു ഒതന്റിക് ഫുഡാണ്, ഒതന്റിക് ടേസ്റ്റ്, ഒതന്റിക് കടയിൽ നിന്നാണ് കഴിക്കുന്നത്. പക്ഷേ നമുക്ക് താങ്ങില്ല. അതും ഓക്കെ. ഫസ്റ്റത്തെ ഫുഡ് പരാജയപ്പെട്ടുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ വീണ്ടും കടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോർമൽ ഫുഡായ ഫ്രൈഡ് റൈസും മാംഗോ ജ്യൂസും പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ്. മാംഗോ ജ്യൂസ് എത്തിയിരിക്കുന്നു. മാംഗോ ജ്യൂസ് അവസാനം നമ്മുടെ നാടൻ മാംഗോ ജ്യൂസ്. Selamat pagi. That means good morning in Malaysia. We are in the day 2. The day 2 from Malaysia begins here. നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എന്നുള്ള നൈസ് വ്യൂ ആണ്. ഗ്രേറ്റ് അപ്പാർട്ട്മെന്റ്, നല്ല രീതിയിലുള്ള അപ്പാർട്ട്മെന്റ്. 37 നിലയുള്ള അപ്പാർട്ട്മെന്റ് ആണ്. ആർക്ക് അവിടെ ഒരു പൂളുണ്ട്. Full of discussion. There's a party in the backyard, dance your problems away. I'm all about the good vibes. I know you're all about the good vibes. പനാർത്തോന്ന് യെസ്, നമ്മുടെ വണ്ടി എത്തിയിരിക്കുന്നു ഗൈസ്. മുന്നിൽ ടവർ. We are going to Batu. The propeller in front. അറ്റത്തേക്ക് നീങ്ങും മാൻ. നടക്കലോ ഞാൻ അറ്റത്തേക്ക്. We are next destination Batu. ഹലോ, നമ്മളിപ്പോൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുകേളി. അപ്പോൾ ആർക്കും മലേഷ്യൻ വാക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിവിടെ പ്രയോഗിക്കാൻ പോവാണ്. ഗുഡ് മോർണിംഗ്. മലേഷ്യയിൽ ഞാൻ പ്രയോഗിക്കാൻ പോകണം. അടുത്ത് കളർ ആക്റ്റീവ് ആണെന്നറിയില്ല. ഫസ്റ്റ് ടൈം ആക്ടിങ്. ഓ സലാമത് പാഗി. Just a figment in your brain. I remember broski told me that nothing is the same, and now we on the road to righteousness through thunder or the rain. I got numbers on my mind, work's peak, coming home to motherfuckers on my line. Never needed more hours, but I'm running out of time. Said I got bigger fish. അങ്ങനെ ഫൈനലി വി ആർ ഇൻ ദ Batu Cave. വീണ്ടും മെയില്.
driveway, it's a Saturday night. You look like $1,000,000 wearing that dress I like. You're smiling but there's something missing in your eyes. Girl, I can tell that you have something on your mind. But I will make you forget all your sorrows. Let go like there's no tomorrow. Let's have a drink, just relax, all your problems will fade. If you're ready for a good time, count on me. There's a party in the backyard, dance your problems away. I'm all about the good vibes, I know you're all about the good vibes. Do you know how much I love you, wanna see you smile? Where's that happy girl that I know with a heart on fire? I'll do anything to make it fine, but I can tell that you have something on your mind right now. But I will make you forget all your sorrows. Let go like that. നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹം എന്തായാലും ഉണ്ടാകും. പോകാനുള്ള പ്രധാന കാരണം അവരുടെ നൈറ്റ് ലൈഫ്, ഫുഡ്, പീപ്പിൾ ആൻഡ് ദെയർ ലാൻഡ്സ്കേപ്പ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഏതാണ് ആ രാജ്യം? ദാറ്റ് ഈസ് തായ്ലാൻഡ്. ഇൻ ദി എൻഡ് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു കരുതിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ മത്സരിക്കണം. സോ മേക്ക് ഇറ്റ് ഹാപ്പൻ. എൻജോയ് ദ മൊമെൻറ്റ് ഫുള്ളസ്റ്റ്. ഇഫ് യു ഹാവ് എ ഡ്രീം, ഗോ ഫോർ ഇറ്റ്. വർക്ക് ഹാർഡ്. വൺസ് യു മേക്ക് എ ഡിസിഷൻ, ദ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. പീസ്.